ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എംഫോടെക്കിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ 2 ഗോൾഡ് ഫിഷ് ഉണ്ട്. അപ്പോൾ കണ്ടവർക്ക് കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഗോൾഡ് ഫിഷ് വെച്ച് എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിരിക്കും. അതെ, വേറെ ഒന്നുമല്ല, നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത് ഒരു അക്വേറിയം ആണ്. അക്വേറിയം എന്ന് പറഞ്ഞാൽ PVC പൈപ്പ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അക്വേറിയം. അക്വേറിയം എന്ന് പറയുമ്പോൾ അക്വേറിയം മാത്രമല്ല, അതിലൊരു വാട്ടർ ഫൗണ്ടനും കൂടി ഉണ്ട്, അതായത് ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്നവരെ ഞെട്ടിക്കാൻ പറ്റിയൊരു മാസ്റ്റർ പീസ് വർക്ക് എന്ന് പറയാം നമ്മളിന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു PVC പൈപ്പാണ്. ഇതിപ്പോൾ 4 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. ഇതിൽ നമുക്ക് 25 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. അപ്പോൾ 25 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പീസാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് 25 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഹാക്സോ ബ്ലേഡ് വെച്ചിട്ട് ഇത് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രെയിമുള്ള ഹാക്സോ ബ്ലേഡ് വെച്ചാണ് മുറിക്കുന്നതെങ്കിൽ നല്ല ലെവലിൽ സിമ്പിളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അതല്ലെങ്കിലും നമുക്ക് കൈ കൊണ്ട് മുറിച്ചെടുക്കാൻ പറ്റും. ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 25 സെൻറ്റിമീറ്ററിൽ നമ്മുടെ 4 ഇഞ്ചിൻ്റെ PVC പൈപ്പ് മുറിച്ചെടുത്തു. ഇതിപ്പോൾ 4 ഇഞ്ച് PVC പൈപ്പിൻ്റെ 2 എൽബോകളാണ്. അപ്പോൾ നമുക്ക് ഈ എൽബോയിലേക്ക് നമ്മൾ മുറിച്ചെടുത്ത PVC പൈപ്പ് കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഗ്ലൂ ഒന്നും വെക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ലീക്കൊന്നും ഇല്ലാതെ കയറിയിരുന്നോളും. ഇനിയിപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാനുള്ളത്, ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ നമുക്കൊരു പീസ് കട്ട് ചെയ്ത് കളയണം. അതാണ് ഈ ഒരു പോർഷനാണ് നമ്മൾ അക്വേറിയമായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാനുള്ള ഒരു പീസ് നമ്മളൊന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഇതിന് കൃത്യ അളവൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് എന്തോരം കട്ട് ചെയ്ത് മാറ്റണമെന്ന്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത പോർഷൻ കട്ട് ചെയ്ത് കളയാൻ പോവാണ്. അപ്പോൾ 2 സൈഡിലും നമ്മൾ എൽബോൻ്റെ ആ ഒരു സൈഡ് ചേർത്ത് ഇതേപോലെ ഹാക്സോ ബ്ലേഡിൽ നിന്ന് കട്ട് ചെയ്യാം. ഇനി നമ്മൾ നെടുകെ മുറിക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ ഹാക്സോ ബ്ലേഡിനാണെങ്കിൽ ഇത്തിരി പാടായിരിക്കും മുറിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു കട്ടർ യൂസ് ചെയ്താണ് മുറിക്കുന്നത്. ഇപ്പോൾ കട്ടർ ഇല്ലെങ്കിൽ ആരും പേടിക്കേണ്ട, നമ്മുടെ വീട്ടിലെ ഹാക്സോ ബ്ലേഡ് വെച്ച് തന്നെ നമുക്ക് മുറിക്കാൻ പറ്റും. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ടർ വെച്ച് മുറിച്ചത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പീസിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഹോൾ ഇടണം. ഇത്തിരി വലിപ്പമുള്ള ഹോളാണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ എൽബോന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും, കണ്ടോ, എൽബോൻ്റെ ആ ഒരു ജോയിൻ്റ് വരുന്ന ഭാഗത്തുനിന്ന് ഏകദേശം ഒരു 1.5 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഫില്ലർ വെച്ചിട്ട് നമ്മൾ ഡ്രം സെറ്റ് വെച്ച് ഒരു കുഞ്ഞ് ഹോൾ ഉണ്ടാക്കിയാണ്. കുഞ്ഞിതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 3/4 ഇഞ്ചിൻ്റെ വാട്ടർ ടാപ്പിൻ്റെയൊക്കെ കണക്ടർ കയറാൻ ഭാഗത്തിനുള്ള ആ ഒരു ഹോളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഹോൾ ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് ചെറിയൊരു പണിയുണ്ട്. അതായത് നമ്മളിപ്പോൾ എടുത്ത ആ 4 ഇഞ്ചിൻ്റെ PVC പൈപ്പിൽ നിന്ന് നമ്മൾ ഇതുപോലത്തെ 2 കുഞ്ഞി പീസുകൾ കട്ട് ചെയ്തെടുക്കുക. അതായത് നമ്മൾ നേരത്തെ മുറിച്ചതിൽ ബാക്കി വന്ന പീസിൽ നിന്ന്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സിമൻറ്റും മണലും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഫില്ല് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കുഴമ്പ് രൂപത്തിൽ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ 2 PVC പൈപ്പിൽ നമ്മൾ ഫില്ല് ചെയ്തു. ഇനിയിപ്പോൾ ഇത് നമ്മൾ 48 മണിക്കൂർ സെറ്റിംഗ് ടൈം ഉണ്ട്. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം സെറ്റായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ PVC പൈപ്പൊക്കെ ഒട്ടിക്കുന്ന ഗമ്മുണ്ട്. ആ ഗമ്മ് ഇതിൽ ചെറുതായിട്ട് തേച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത, അതായത് നമ്മൾ അക്വേറിയത്തിന് വേണ്ടി സെറ്റ് ചെയ്തെടുത്ത ആ ഒരു പീസിലേക്ക് നമുക്കിത് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ആ 2 എൽബോൻ്റെ ഓപ്പൺ ആയിട്ടുള്ള സൈഡിലാണ് നമ്മൾ ഒട്ടിച്ച് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 പീസ് നമ്മൾ ഒട്ടിച്ച് വെച്ചു, കോൺക്രീറ്റ് ചെയ്തായിരുന്നത്. കണ്ടോ, ഏകദേശം ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ടാപ്പിൻ്റെയൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പോർഷൻ, അതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിന് വേറെ എന്തൊരു പേര് പറയും, എൻ്റെ വായിലിപ്പോൾ വരുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയാത്താണ്, ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ കടയിൽ ചെന്നിട്ട് ഈ ഒരു 2 പീസ് വാങ്ങിക്കാം. ഇതിപ്പോൾ 3/4 ഇഞ്ചിൻ്റെ PVC പൈപ്പിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ടാപ്പ് പോലത്തെ ഒരു പീസാണ്. അപ്പോൾ അത് നമ്മൾ 2 സൈഡിൽ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പീസും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് 3/4 ഇഞ്ചിൻ്റെ ടീ, അതുപോലെ തന്നെ 3/4 ഇഞ്ചിൻ്റെ PVC പൈപ്പിൻ്റെ കുറച്ച് പീസുകൾ, പിന്നെ 3/4 ഇഞ്ചിൻ്റെ കുറച്ച് എൽബോകൾ വേണം. ഇനി നമുക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പ്രത്യേകമൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് ഈ ഒരു രീതിയിൽ. അപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ആ PVC പൈപ്പിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസുകളുടെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ടീ ജോയിൻറ്റിൻ്റെയും, അതുപോലെ തന്നെ നമ്മുടെ എൽബോൻ്റെ ഒക്കെ കുറച്ച് കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു ഫൗണ്ടൻ്റെ ഡിസൈൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. ഇതിപ്പോൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന്.
അതൊന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കുഞ്ഞു PVC പൈപ്പ് എടുത്തത് എന്തിനാണെന്ന് ആദ്യം ഡൗട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തത്, അതായത് ഓരോ കണക്ടറുകളും സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിൽ എക്സ്ട്രാ ഗമ്മൊന്നും യൂസ് ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് ജസ്റ്റ് ഒട്ടിക്കുന്നേ ഉള്ളൂ. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ ഞാൻ പറഞ്ഞുതരാം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഇത്തിരി നീളം കൂടിയ 3/4 ഇഞ്ചിൻ്റെ PVC പൈപ്പ് നമ്മളിതിൻ്റെ ഉള്ളിൽ കയറ്റി, ഇനിയിപ്പോൾ അതിൻ്റെ കണ്ടോ ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന പോലെ സ്റ്റാൻഡ് പോലെ ഒന്ന് നമ്മളത് വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഹോളുകൾ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഡ്രില്ലറിന് തന്നെ ഹോൾ ഇടണമെന്നില്ല, നമ്മുടെ കയ്യിൽ വല്ല കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചൂടാക്കി നമ്മൾ ഹോൾ ഇട്ട് കൊടുത്താലും മതി. കണ്ടോ കുറച്ച് ഹോളുകൾ നമ്മൾ ഇട്ടു. ഇതിപ്പോൾ എന്തിനാ ഈ ഹോളെന്ന് കുറേ പേർക്ക് ഡൗട്ട് വരാം. അത് നമ്മുടെ വീഡിയോയുടെ അവസാനം കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ഹോളിട്ട് കഴിയുമ്പോൾ അതിലേക്ക് PVC പൈപ്പ് കയറ്റി വെച്ചിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ, അതായത് ഇത്ര നേരം നമ്മൾ ചെയ്ത പോലെ ബാക്കി കണക്ഷനുകൾ നമ്മൾ ചെയ്തു കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീയുടെ എൽബോൻ്റെയും കുറേ കോമ്പിനേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് അത്ര പാടില്ല. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ആ കോമ്പിനേഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫൗണ്ടനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ PVC പൈപ്പൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു ഫൈനൽ സ്റ്റേജ് ആയെന്ന് പറയാം നമ്മുടെ ഫൗണ്ടൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ കണക്ടറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഒരു അതായത് നമ്മുടെ 3/4 ഇഞ്ചിൻ്റെ ഒരു ജോയിൻ്റ് എടുക്കാം. അതിൽ നമ്മൾ നെടുകെ കൃത്യം നടുഭാഗം വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കെച്ചിന് മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്യാണ്. ഇത് നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിൽ നമുക്ക് ഒട്ടിച്ച് വെക്കാനുള്ളതാണ്. കണ്ടോ, ഏകദേശം കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലക്സ് ഒക്കെ ഒട്ടിക്കുന്ന ഫ്ലക്സ് ക്യുക്ക് എന്ന് പറയുന്ന ഒരു ഗമ്മാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫെവിക്യുക്ക് ആയാലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഫെവിക്യുക്കോ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ ഗ്ലൂവോ അങ്ങനത്തെ ഗമ്മ് യൂസ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ വാട്ടർ ലെവലിനൊക്കെ യൂസ് ചെയ്യുന്ന കുഞ്ഞി ട്യൂബ്, അതായത് നമ്മുടെ അക്വറിയത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ട്യൂബാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ PVC പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ, അതപ്പോൾ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊരു റൂട്ടിൽ കൂടിയാണ് നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്യുന്ന പോർഷനിൽ കൂടി നമുക്ക് ഈ ട്യൂബ് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോപ്പിൽ, അതായത് ഈ ഒരു ഭാഗത്ത് മാത്രം നമ്മളൊരു എക്സ്ട്രാ ഹോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അവിടെ ഒരു ഹോളില്ല, അതുകൊണ്ട് നമ്മൾ അവിടെ മാത്രം ഒരു കുഞ്ഞി ഹോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് നമ്മുടെ ആ ഒരു ട്യൂബ് കടക്കാൻ ഭാഗത്തിന്. ഇനിയിപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ഈ ട്യൂബ് കയറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ സെറ്റ് ചെയ്ത പോർഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് സിമ്പിളായിട്ട്, അതായത് നമ്മുടെ പണിഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അതൊന്ന് റിമൂവ് ചെയ്ത് നമുക്ക് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അറ്റം വരെ എത്തിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഭാഗങ്ങൾ ഇത് വലിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് റീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ നമ്മൾ ആദ്യം റിമൂവ് ചെയ്തെടുക്കുക, എന്നിട്ട് ഉള്ളിൽ കയറ്റുക, അപ്പോൾ തന്നെ റീസെറ്റ് ചെയ്ത് വെക്കാം. ആ ഒരു പാറ്റേണിൽ നമ്മൾ അവസാനം, അതായത് നമ്മുടെ ആ ഒരു സ്റ്റാൻഡിൻ്റെ അടി വരെ നമ്മൾ എത്തിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇത് ഇത്തിരി എളുപ്പമല്ല എന്ന് തോന്നുമെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് ഈ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടി എടുക്കാൻ പറ്റും. കാരണം നമ്മൾ ആ ജോയിനിലൊന്നും നമ്മൾ ഗം യൂസ് ചെയ്തിട്ടില്ല, സിമ്പിളായിട്ട് ഊരിയെടുത്തിട്ട് അതുപോലെ തന്നെ റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ട്യൂബ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇപ്പോൾ 3/4 ഇഞ്ചിൻ്റെ ഒരു കണക്ടറാണ് എടുത്തിരിക്കുന്നത്. ആ കണക്ടറിലേക്ക് ഒരു കുഞ്ഞ് PVC പൈപ്പ് വെച്ച് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം എടുത്ത നമ്മുടെ അക്വേറിയം പീസിൻ്റെ മുകളിലേക്ക് 2 കുഞ്ഞ് പീസുകൾ വെച്ചു. അപ്പോൾ നമുക്ക് ഈ സ്റ്റാൻഡിൽ വെക്കാനുള്ളതാണ്, പക്ഷേ അവിടെ ഒരു ഹോൾ ഇട്ടാലേ നമുക്ക് നമ്മുടെ ആ ട്യൂബ് കയറ്റി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഡ്രില്ലർ വെച്ചിട്ട് നമ്മളൊരു ഹോൾ ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് ഈ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് ഈ സ്റ്റാൻഡ് ഇതിൽ ഉറപ്പിക്കാൻ പറ്റും. ആ ട്യൂബിലാണ് നമ്മുടെ പമ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ അക്വേറിയത്തിലൊക്കെ യൂസ് ചെയ്യുന്ന കുഞ്ഞ് വാട്ടർ പമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ട്യൂബ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ നമ്മുടെ PVC പൈപ്പിൽ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് കുഞ്ഞു പാത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എളുപ്പത്തിനായിട്ട് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന 2 ലിറ്ററിൻ്റെ വെള്ളക്കുപ്പിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം കുപ്പി നമുക്ക് ഈ വഴിയിലൊക്കെ കിടക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കുപ്പി നമ്മൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഈ ഒരു പോർഷൻ, അതായത് ഒരു തൊപ്പി പോലെ ഇരിക്കുന്ന ആ ഒരു പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പീസല്ല നമുക്ക് വേണ്ടത്, നമുക്ക് വേണ്ട പീസുകളുടെ എണ്ണം വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. 1 2 3 4 5 6 7 പീസ് നമുക്ക് വേണം. അപ്പോൾ 7 കുപ്പിയും ഒരേപോലെ ഉള്ളത് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഓരോ പീസുകളായിട്ട് ഇനി ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ക്യുപ്ലക്സ് വെച്ച് തന്നെയാണ് ഒട്ടിക്കുന്നത്. ഞാനിന്ന് അധികം സൂപ്പർ ഗ്ലൂ അല്ല, നമ്മുടെ ഗ്ലൂ ഗൺ അത് ഉപയോഗിക്കുന്നില്ല.
അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ ഇത് സിമ്പിളായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഗമ്മാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആ എൽബോയുടെ അറ്റത്ത് ചെറുതായിട്ട് നമ്മുടെ ഫ്ലക്സ് ക്യൂക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഒട്ടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ പീസുകളായിട്ട് ഒട്ടിച്ച് വെക്കാം. അങ്ങനെ നമ്മുടെ 7 പീസ് നമ്മൾ ഒട്ടിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കുപ്പിയുടെ മുറിച്ചെടുത്ത പീസുകളൊക്കെ നമ്മൾ ഏകദേശം ഒട്ടിച്ച് തീർന്നു. ഇനിയിപ്പോൾ ഇതിൽ അടുത്ത പണിയായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് പീസുകളൊക്കെ അടച്ചു വെക്കണം. അതായത് ഇതിന് മുകളിൽ നിങ്ങൾക്കൊരു ഹോള് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ വെള്ളം താഴേക്ക് ഈ ഹോള് വഴി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കുപ്പിയിൽ നിന്ന് തന്നെ ഊരിയെടുത്ത് അടപ്പ് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ഭാഗത്തിൽ നമ്മളൊരു ഹോൾ ഇട്ടിട്ട് ആ ട്യൂബ് പുറത്തേക്ക് ഇട്ടിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അപ്പോൾ നമ്മളൊരു കുപ്പിയുടെ അടപ്പല്ലേ ഒരു ഹോൾ ഇട്ടു. ആ ഹോള് വഴി ഇനി നമ്മൾ ആ ട്യൂബ് കയറ്റിയിട്ട് വേണം നമ്മൾ ആ ഒരു അടപ്പ് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ടോപ്പിലത്തെ, അതായത് മുകളിലത്തെ ആ ഒരു ട്യൂബിൻ്റെ പോർഷനിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, കണ്ടോ? അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് അത് ഒട്ടിച്ചു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും, അടിയിലത്തെ 2 ആ കുപ്പിയുടെ അടപ്പ് ആ ഒരു പോർഷനിൽ മാത്രം നമ്മൾ അടപ്പ് വെച്ച് ഒട്ടിച്ചിട്ടില്ല. ആ വഴി നമുക്ക് താഴേക്ക് വെള്ളം പോകാനുള്ളതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാണ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ചെടി നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഹോസിൻ്റെ ഒരു ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു പീസിൽ വെച്ചു. ഇതിപ്പോൾ 12 വോൾട്ടിൻ്റെ ഒരു നമ്മുടെ അക്വേറിയത്തിലൊക്കെ വെക്കുന്ന ഒരു വാട്ടർ ഫിൽറ്ററിൻ്റെ ഒക്കെ, അതായത് ഒരു വാട്ടർ പമ്പ് ഫിൽറ്ററായിട്ടൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ പമ്പാണ് ഇതിപ്പോൾ. ഏകദേശം ഒരു 250 രൂപ 300 രൂപ നമ്മുടെ ഓൺലൈനൊക്കെ വില വരും. കടയിൽ നിന്നാണെങ്കിൽ 200 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഈ ഒരു പമ്പ് നമ്മൾ ഈ ട്യൂബിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിതൊരു അഡാപ്റ്റർ വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ പമ്പും സെറ്റ് ചെയ്തിട്ടു. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചെടി നനയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഹോസ്, അതിൽ നിന്ന് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന പോലെ കുറച്ച് പീസുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ? ഒരു സൈഡ് ചരിച്ച് ആ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലത്തെ കുറച്ച് പീസുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഫീല് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം മുകളിലത്തെ പീസിൽ നമ്മൾ ഹോൾ ഇട്ടേക്കാണ്. ആ ഹോളിലേക്ക് നമ്മുടെ ഹോസ്, ആ ഹോസിൻ്റെ പീസ് അത് നമ്മൾ ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ട് നമ്മുടെ ഫ്ലക്സ് ക്യൂക്ക് വെച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മൾ അതായത് നമ്മുടെ ടോപ്പിലും അതുപോലെ തന്നെ അടിയിലേക്ക് വരുന്ന ആ ഒരു എല്ലാ പോർഷനിലും നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസുകൾ വെക്കുക. അപ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ എവിടെയൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന്. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളാരങ്കല്ലൊക്കെ ഇട്ട് ഒന്ന് ഫില്ല് ചെയ്യണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് കുഞ്ഞു കുഞ്ഞു ചെടികൾ, പ്ലാസ്റ്റിക്കിൻ്റെ ചെടികളാണ് നമ്മുടെ അക്വേറിയം ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഏകദേശം ഒരു 10 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ കിട്ടും നമുക്ക് ആ ചെടി. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കാണ്, അതുകൊണ്ട് നമുക്ക് വേറെ പ്രോബ്ലം ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മളിത് ഓരോ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഓരോ പാത്രത്തിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ പാത്രത്തിലും നമ്മുടെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ചെടി നമ്മൾ വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ നമ്മുടെ ഈ PVC പൈപ്പ് ഒരുവിധം നിറയുന്ന വരെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിയായിരുന്ന ആ ഒരു ചെടിയുടെ കുറച്ച് ഭാഗം ബാക്കി വന്നായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഇറക്കി വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളാറങ്കല്ലുകൾ ഇട്ട് കൊടുക്കാം. ഒരു അക്വേറിയത്തിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കളറുകല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു അക്വേറിയം ഫീൽ തന്നെ ആക്കി എടുക്കാം. ഇനിയാണ് നമ്മുടെ അക്വേറിയത്തിൽ ഇടാനുള്ള നമ്മുടെ ഗോൾഡ് ഫിഷിനെ നമ്മൾ ഇതിലേക്ക് എടുത്തിടുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരി ചെറിയ ഗോൾഡ് ഫിഷാണ് ഇത്തിരി നല്ലതാണ്. അതല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഗപ്പികളായാലും നമുക്ക് നല്ലതാണ് ഇടുന്നത്. ഇനി നമുക്ക് നമ്മുടെ പമ്പ് ഓൺ ചെയ്ത് കഴിയുമ്പോഴൊരു വിഷ്വലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ടോ? നമ്മുടെ വെള്ളച്ചാട്ടം ആക്ടിവേറ്റ് ആയി. ഇപ്പോൾ ഓരോ പാത്രം നിറഞ്ഞ് ഇപ്പോൾ അത് താഴേക്ക് എത്തി. കണ്ടോ? ഇപ്പോൾ നമ്മുടെ ഫൗണ്ടൻ്റെ ഒരു ഭംഗി കാണുന്നത് ഇപ്പോഴാണ് ശരിക്കും.
ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വാട്ടർ ഫൗണ്ടൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വാട്ടർ ഫൗണ്ടൻ അക്വേറിയം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ കുട്ടികളാണ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അവർക്ക് ചെറിയ സപ്പോർട്ടൊക്കെ കൊടുക്കാം. ചെറിയൊരു പൈസ ചിലവുണ്ടെങ്കിലും അടിപൊളി ഒരു അക്വേറിയം വിത്ത് ഫൗണ്ടൻ നമുക്ക് വീട്ടിൽ ചെയ്ത് വെക്കാൻ പറ്റും. കാണുന്നവരൊക്കെ ഞെട്ടിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി ലഭിക്കണമെങ്കിൽ എംഫോടെക് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. പിന്നെന്താ, ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.